ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥികൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിൽ കുറേ പേർ പുറത്തു നിന്ന് ഗെയിം എല്ലാം കണ്ടു പഠിച്ച് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ബിഗ് ബോസിനുള്ളിൽ വന്ന് അവർ അവതരിപ്പിക്കുന്ന ഒരു നാടകം മാത്രമാണോ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എന്നൊരു കൺഫ്യൂഷനാണ് വരുന്നത്. അതിന് ആദ്യം തന്നെ തുടക്കമിട്ടത് ജിൻഡോ തന്നെയായിരുന്നു. ജിൻഡോ തന്നെയാണ് പറഞ്ഞത്, എന്നെ ആദ്യം റസ്മിൻ വിളിച്ചു, പിന്നീട് നോറ വിളിച്ചു, പിന്നീട് അത് ജാസ്മിനിലേക്കും ഗബ്രിയിലേക്കും പോയി, അങ്ങനെ ഞങ്ങൾ ഗെയിം പ്ലാൻ ചെയ്താണ് വന്നത് എന്നൊരു കാര്യം അവിടെ ആദ്യം തന്നെ പറഞ്ഞത് ജിൻഡോയാണ്. അതിനുശേഷം ജിൻഡോയും നൂറയും തമ്മിലുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായിരുന്നു. വന്ന അന്നു മുതൽ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ കോംബോ നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ജാസ്മിനും ഈ ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് എപ്പോഴും കടന്നു വരുന്ന റസ്മിൻ, അതുപോലെ തന്നെ നോറയുമായി എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് തുടരുന്ന റസ്മിൻ, നോറയുമായി മാത്രമല്ല അവിടെ ഇവരെല്ലാവരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ജിൻഡോയുമായിട്ട്. സത്യം പറഞ്ഞ് ഇവരുടെ ഈ ഗ്രൂപ്പിനെ വളരെയധികം കണക്റ്റഡ് ആണ്. എപ്പോഴും ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, എന്നാൽ ഇവരെല്ലാവരും തന്നെ നല്ല കോണ്ടാക്റ്റ് ആണ് താനും. അപ്പോൾ സത്യത്തിൽ ഇവർ പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്ത് തന്നെയാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നത് എന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലെ കളികൾ മുന്നോട്ട് പോകുന്നത്. അത് ജിൻഡോ തന്നെ പല ഇന്റർവ്യൂസും ജിൻഡോന്റെ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ജിൻഡോ പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്യാതെ അകത്ത് ചെന്നിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ജിൻഡോ പല ഇന്റർവ്യൂസിലും പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരും പൊട്ടന്മാരും ആണെന്ന് പറയേണ്ടി വരില്ലേ? ഇവർ പുറത്തു നിന്ന് എല്ലാം പ്ലാൻ ചെയ്തിട്ട് അകത്തേക്ക് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകത്തെയാണോ ബിഗ് ബോസ് സീസൺ 6 എന്ന പേരിൽ നമ്മൾ കാണേണ്ടത്? അതുപോലെ തന്നെ അവിടെ വേറെയും കുറെ മത്സരാർത്ഥികളുണ്ട്, ഒന്നും അറിയാതെ ആട്ടമാടുന്ന കുറെ മത്സരാർത്ഥികൾ. അവർ അവിടെ വന്ന് ഗെയിം കളിക്കുന്നു, അവരവിടെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അവിടെ ഗെയിം പ്ലാൻ ചെയ്ത് വരികയും ബാക്കിയുള്ളവർ അവിടെ സാധാരണ നിൽക്കുന്ന പോലെ അവർ ഗെയിം കളിക്കുകയും ചെയ്യുന്ന സമയത്ത് ആരാണ് മണ്ടന്മാരും പൊട്ടന്മാരും ആകുന്നത്? അല്ല, ബിഗ് ബോസ് ഒരു മത്സരാർത്ഥികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തെരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള സീക്രട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഇവരെ നിരീക്ഷിച്ചിട്ടും വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട്. ഇപ്പം ഈ കടത്തിവിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വല്ല രഹസ്യങ്ങളുമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥികളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇടേണ്ടതും ബിഗ് ബോസിന്റെ ചുമതലയാണ്. എന്താ വെച്ചാൽ ഇത്രയും പ്രേക്ഷകർ ഇത് വീക്ഷിക്കുന്നത് ഇവരുടെ ഗെയിം കാണാനും ഇവർ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനും ഇവർ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് എന്നറിയാനാണ്. ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് ഗെയിം കളിക്കാനാണ് അകത്തേക്ക് വരുന്നതെങ്കിൽ കാണുന്ന പ്രേക്ഷകർ, ഇതിന്റെ സമയം കളഞ്ഞ് ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരും ആക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഈ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ബിഗ് ബോസ് സീസൺ 6 ഈ ഒരു പോക്ക് കണ്ടിട്ട് ഒരു വ്യക്തമായ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി സീസൺ 7, 8 ഒന്നും ഇനി തുടർന്നുണ്ടാകേണ്ട ആവശ്യകത ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല.